പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത് ചെയ്യുക. അതായത് പ്രോപ്പർട്ടി ഇതാണ്: ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ഇന്റഗ്രൽ 0 to a f of a minus x dx. ഓക്കെ, ഈ പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of a minus x dx. എന്താ ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഓക്കെ, ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ അപ്പർ ലിമിറ്റ് എന്താ? a അല്ലേ? ആ എക്സിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എക്സ് ആയിരുന്നു, ഇവിടെ എന്ത് വന്നു? എ മൈനസ് എക്സ് വന്നു. അതായത് എക്സിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ഇവിടെ അപ്പർ ലിമിറ്റ് എ അല്ലേ? അതുകൊണ്ട് എ മൈനസ് എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എക്സിനെ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഇന്റഗ്രൽ 0 to π/2 f of x dx ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഇന്റഗ്രൽ 0 to π/2 f of നമുക്ക് അപ്പർ ലിമിറ്റ് എന്താ? π/2 അല്ലേ? അപ്പൊ എക്സിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? π/2 മൈനസ് എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആ പ്രോപ്പർട്ടി പറയുക. അതാണ് ആ പ്രോപ്പർട്ടി. അപ്പൊ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുക. അപ്പം ആ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇന്റഗ്രൽ 0 to a √x by √x plus √a minus x dx. നോക്കി, ഇതേ പ്രോപ്പർട്ടി പോലെ തന്നെ കിടക്കുന്ന ഇന്റഗ്രൽ 0 to a ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കണേ. അപ്പൊ ഇന്റഗ്രൽ 0 to a ആണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് പേര് കൊടുക്കാം. ഏതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണ്. ഐ ഈക്വൽ ഇന്റഗ്രൽ 0 to a എക്സിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ ശ്രദ്ധിച്ച പ്രോപ്പർട്ടി കണ്ടോ? ഇവിടെ എക്സിന് പകരം ഇവിടെ എന്താ കൊടുത്തേ? എ മൈനസ് എക്സ്. ഈ എവിടെ നിന്നാ? അപ്പർ ലിമിറ്റ്. എ അപ്പർ ലിമിറ്റ് അല്ലേ? അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് കൊടുക്കാം. എക്സിന് പകരം എ മൈനസ് എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ എക്സിന് പകരം ഇവിടെ അപ്പർ ലിമിറ്റ് എ അല്ലേ? അപ്പൊ എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം? എ മൈനസ് എക്സ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ, വീണ്ടും താഴെ നോക്കിക്കേ എക്സ് അല്ലേ? അവിടെയും എന്ത് കൊടുക്കാം? എ മൈനസ് എക്സ് കൊടുക്കാം. പ്ലസ് വീണ്ടും എ മൈനസ്, ഇവിടെയും എക്സ് ഉണ്ട്, ആ എക്സിന് പകരം എന്ത് കൊടുക്കാം? എ മൈനസ് എക്സ് കൊടുക്കാം. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് വേണം, ഡി എക്സ്. അപ്പൊ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ 3 എക്സ് ഉള്ള ഈ എക്സ് ഈ എക്സ് ഈ എക്സ്, ആ 3 എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? എ മൈനസ് എക്സ് എന്ന് കൊടുത്തു. എ മൈനസ് എക്സ് എ മൈനസ് എക്സ് എ മൈനസ് എക്സ്. അപ്പൊ എന്ത് വരും? ഐ ഈക്വൽ ഇന്റഗ്രൽ 0 to a റൂട്ട് ഓഫ് എ മൈനസ് എക്സ്, അതിനെ അങ്ങനെ തന്നെ എഴുതി, റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ താഴെയും റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എ ഉണ്ടല്ലോ. എ മൈനസ് എ അതെന്തായി പോയി? 0 ആയി പോയി. എ ക്യാൻസൽ ആയി പോയി അല്ലേ? എ മൈനസ് എ ക്യാൻസൽ ആയി പോയി. മിച്ചം ഇനി അവിടെ എന്താ ബാക്കിയുള്ളത്? പുറത്തൊരു മൈനസ് ഉണ്ട്, അകത്തൊരു മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ മൈനസ് മൈനസ് എക്സ് എന്ത് വരും? എക്സ് പ്ലസ് എക്സ് അല്ലേ? ഈ മൈനസ് ഇതിന് രണ്ടിനും ബാധകമാണേ. അപ്പൊ നോക്കിയേ, എ മൈനസ് എ 0 ആയി പോയി. എ മൈനസ് എ 0 ആയി പോയി. മിച്ചം എന്താ ഉള്ളത്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് മൈനസ് എക്സ് എന്ത് വരും? എക്സ് എന്ന് വരും, ഡി എക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യും. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്തേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതിനെ ആഡ് ചെയ്യുവാണ്. ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഐ പ്ലസ് ഐ, ഐയും ഐയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2i എന്ന് കിട്ടും അല്ലേ? ഐയും ഐയും കൂടെ കൂട്ടുമ്പോൾ 2i എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 to a, ഇന്റഗ്രൽ നോക്കിയാൽ ഇവിടെ 0 to a ആണ്, ഇവിടെയും 0 to a ആണ്. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? റൂട്ട് എക്സ്. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? റൂട്ട് എ മൈനസ് എക്സ്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുക. അപ്പൊ എന്ത് വരും? ആദ്യത്തെ ന്യൂമറേറ്റർ, ഫസ്റ്റ് ഇക്വേഷന്റെ ന്യൂമറേറ്റർ എഴുതി റൂട്ട് എക്സ്, എന്നിട്ട് പ്ലസ് ഇടുക. രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ എന്താണ് ന്യൂമറേറ്റർ എഴുതി? എന്താ? റൂട്ട് എ മൈനസ് എക്സ് അല്ലേ? ബൈ താഴെ നോക്കിക്കേ, ഡിനോമിനേറ്റർ നോക്കിക്കേ. ഇവിടെയും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്, ഇവിടെയും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്. തിരിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? അതായത് ഈ 2 + 3 എന്ന് പറഞ്ഞാലും 5 ആണ്, 3 + 2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? 5 തന്നെയാ. അപ്പൊ തിരിഞ്ഞ് കിടന്നാലും വിഷയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അപ്പൊ സെയിം ആണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്, ഇവിടെയും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്. ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് ഒരു തവണ എഴുതിയാൽ മതിയല്ലോ. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ടോ, ന്യൂമറേറ്ററും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ആണ്,
ഡിനോമിനേറ്ററും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഐ മൈനസ് എക്സ് ആണ്. അത് രണ്ടും കൂടെ വെട്ടിപ്പോകും. അപ്പോൾ എന്ത് വരും? ആൻസർ എന്ത് വരും? 2y ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a. ഇത് രണ്ടും കൂടെ വെട്ടിപ്പോയി അല്ലേ? അപ്പൊ എന്ത് വരും? 1 dx എന്ന് വരും. 1 dx. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് 2y ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a 1 dx അല്ലെ? ഇങ്ങനെയാണ് കിട്ടിയത്. 2y ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a 1 dx എന്ന് കിട്ടി. അപ്പൊ എന്ത് വരും? 2y ഈക്വൽ ടു എന്താ? 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? 1 ന്റെ ഇന്റഗ്രൽ 1 ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 0 ആണ്. 1 ന്റെ ഇന്റഗ്രൽ എന്താ? x. കാരണം x ന്റെ ഡെറിവേറ്റീവ് ആണ് 1. അപ്പോൾ 1 ന്റെ ഇന്റഗ്രൽ എന്ത് വരും? x. 1 ന്റെ ഇന്റഗ്രൽ x ആണ്. 1 ന്റെ ഇന്റഗ്രൽ x ആണ്. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് a ആണ്. അപ്പോൾ എന്ത് വരും? 2i ഈക്വൽ ടു അല്ലേ? 2i ഈക്വൽ ടു ആദ്യമേ x ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക. x ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് എന്ത് കൊടുക്കുക? a കൊടുക്കുക. x ന്റെ സ്ഥാനത്ത് നമ്മൾ a കൊടുത്തു. മൈനസ് ഇടുക. x ന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുക. അങ്ങനെയല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാ. അപ്പൊ ആദ്യമേ x ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇട്ടിട്ട് x ന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 2i ഈക്വൽ ടു a എന്ന് വന്നു. ഇംപ്ലൈസ് i ഈക്വൽ ടു എന്ത് വരും? a/2. ഐയുടെ വാല്യൂ എന്താണ്? a/2. ഇത്രേ ഉള്ളൂ. പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം. ഈ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ഇതേ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. നോക്കി, ഇവിടെ ലോവർ ലിമിറ്റ് 0 അല്ലേ? ലോവർ ലിമിറ്റ് 0 ആണ്. ഈ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മുമ്പേ പറഞ്ഞ ഓർക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഇതിന് i എന്ന് പേര് കൊടുക്കുക. ഇന്റഗ്രലിന് i എന്ന് പേര് കൊടുക്കുക. അപ്പൊ എന്ത് വരും? i ഈക്വൽ ഇന്റഗ്രൽ 0 to π/2. i ഈക്വൽ ഇന്റഗ്രൽ 0 to π/2. ഇനി ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രൽ 0 to a ആയിരുന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? a മൈനസ് എക്സ് എന്ന്. അതായത് x ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? a മൈനസ് എക്സ്. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ഇവിടെ a മൈനസ് എക്സ് എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ അപ്പർ ലിമിറ്റ് എന്താണ്? a ആണ്. അതുകൊണ്ടാണ് ഇവിടെ a മൈനസ് എക്സ് വന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ π/2 അല്ലേ? അപ്പൊ x ന്റെ സ്ഥാനത്ത് എന്ത് വേണം വരാൻ? π/2 മൈനസ് എക്സ് എന്നാണ് വേണം വരാൻ. മനസ്സിലായോ? ഇവിടെ അപ്പർ ലിമിറ്റ് a ആണ്. അതുകൊണ്ട് x ന്റെ സ്ഥാനത്ത് a മൈനസ് എക്സ് എന്ന് വന്നു. ഇവിടെ അപ്പർ ലിമിറ്റ് എന്താ? π/2 ആണ്. അതുകൊണ്ട് x ന്റെ സ്ഥാനത്ത് എന്ത് വരും? π/2 മൈനസ് എക്സ് എന്ന് വരും. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് സൈൻ x ന്റെ സ്ഥാനത്ത് π/2 മൈനസ് എക്സ്. പൈ താഴെ റൂട്ട് ഓഫ് ഇവിടെ സൈൻ എക്സ് എന്നല്ലേ? x ന്റെ സ്ഥാനത്ത് എന്ത് വരും? സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് വീണ്ടും കോസ് x ന്റെ സ്ഥാനത്ത് എന്താ? π/2 മൈനസ് എക്സ് dx. അടുത്ത സ്റ്റെപ്പ് i ഈക്വൽ ഇന്റഗ്രൽ 0 to π/2. ഇനിയാണ് ഇതിലെ ഓർത്തിരിക്കേണ്ട കാര്യം. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് +1 എന്താണ്? സൈൻ π/2 മൈനസ് എക്സ്. സൈൻ π/2 മൈനസ് എക്സ്. സൈനും π/2 ആണെങ്കിൽ സൈൻ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. അതേപോലെ കോസ് π/2 മൈനസ് എക്സ്. കോസ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ എക്സ് ആണ്. അതൊക്കെ കാര്യം ഓർക്കണം. സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. കോസ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. +1 നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, സൈൻ π/2 മൈനസ് എക്സ്. സൈനും π/2 വന്നു കഴിഞ്ഞാൽ സൈൻ എന്തായിട്ട് മാറും? അത് കോസ് ആയിട്ട് മാറും. കോസ് എക്സ് എന്ന് വരും. വീണ്ടും താഴെ നോക്കിയേ, സൈനും π/2 വന്നു കഴിഞ്ഞാൽ സൈൻ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. കോസ് എക്സ് പ്ലസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ? കോസും π/2 അല്ലേ? അപ്പൊ കോസ് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. കോസും π/2 വരുമ്പോ കോസ് സൈൻ ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? സൈൻ എക്സ് dx. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യണം. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, പാടി ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. അപ്പൊ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെയും i ഉണ്ട്, ഇവിടെയും i ഉണ്ട്. i പ്ലസ് i എന്ത് വരും? i പ്ലസ് i എന്താണ്? 2i. ഓക്കെ, ഇനി ഇന്റഗ്രൽ നോക്കിയേ, 0 to π/2 0 to π/2. അപ്പൊ ഇന്റഗ്രൽ എന്താ? 0 to π/2. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. ന്യൂമറേറ്റർ ഇവിടെ ന്യൂമറേറ്റർ എന്താ? റൂട്ട് സൈൻ എക്സ്. ഇവിടെ ന്യൂമറേറ്റർ എന്താ? റൂട്ട് കോസ് എക്സ്. അപ്പൊ എന്ത് വരും? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ബൈ. ഇനി ഡിനോമിനേറ്റർ ആഡ് ചെയ്യണം. ഡിനോമിനേറ്റർ നോക്കിയേ, ഇവിടെയും റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ആണ്. ഇവിടെയും റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ആണ്. സെയിം ആണ്, തിരിഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇവിടെ റൂട്ട് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. ഇവിടെയും റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ആണ്. സെയിം ആണ്. അത് ഒരു തവണ എഴുതിയാൽ മതി. റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് dx. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ? ഇവിടെയും സെയിം ആണ്, ഇവിടെയും സെയിം ആണ്. വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? മുമ്പത്തെ പോലെ തന്നെ എന്ത് വരും? 2y ഈക്വൽ ഇന്റഗ്രൽ 0 to π/2. വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? 1 dx എന്ന് വരും അല്ലേ? വെട്ടിപ്പോയി, അതുകൊണ്ട് 1 dx എന്ന് വരും. ഇനി 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? 1 ന്റെ ഇന്റഗ്രൽ x ആണ് അല്ലേ? അപ്പൊ 2y ഈക്വൽ ടു
1 ഇന്റഗ്രൽ എന്താണ് എക്സ് എന്നിട്ട് അപ്പർ ലിമിറ്റ് 0യും ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് π/2. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു 2y ഈക്വൽ എക്സിന്റെ സ്ഥാനത്ത് ആദ്യമേ അപ്പർ ലിമിറ്റ് ആയ π/2 കൊടുക്കുന്നു മൈനസ് ലോവർ ലിമിറ്റ് ആയ എന്ത് കൊടുക്കുന്നു 0 കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും 2y ഈക്വൽ π/2 മൈനസ് 0 അല്ലേ? അതായത് i ഈക്വൽ ടു എന്ത് വരും π/2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ? i ഈക്വൽ π/2 ബൈ ഈ 2 കൂടെ വരും π/2/2 എന്ത് വരും π/4. എങ്ങനെയാ π/2/2 വന്ന ഇവിടെ 2y അല്ലായിരുന്നു, ഈ 2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ π/2/2 എന്ത് വരും π/4. അപ്പൊ ആൻസർ എന്താണ് π/4. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, എപ്പോഴും എക്സാമിന് തുടർച്ചയായിട്ട് ചോദിക്കുന്നതാണ്. സെയിം പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള അടുത്ത പ്രോബ്ലം ആണ് ഇന്റഗ്രൽ 0 to π/2 cos raised to 5x by sin raised to 5x plus cos raised to 5x dx. ഓക്കെ, നമുക്ക് വീണ്ടും ലോവർ ലിമിറ്റ് 0 അല്ലേ, അപ്പോൾ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഇതിനായി എന്ന് പേര് കൊടുക്കുക. വീണ്ടും i ഈക്വൽ ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to π/2 എന്തായിരുന്നു പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു a മൈനസ് എക്സ്. എങ്ങനെയാ a വന്നത്? a എന്താ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് അല്ലേ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് വേണം കൊടുക്കാൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ അപ്പർ ലിമിറ്റ് π/2 അല്ലേ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വേണം കൊടുക്കാൻ? π/2 മൈനസ് എക്സ് അല്ലേ? എന്ത് വരും cos raised to 5. എക്സിന്റെ സ്ഥാനത്ത് എന്ത് വേണം കൊടുക്കാൻ? π/2 മൈനസ് എക്സ് ബൈ താഴെയും sin raised to 5. എക്സിന്റെ സ്ഥാനത്ത് എന്ത് വേണം കൊടുക്കാൻ? π/2 മൈനസ് എക്സ് പ്ലസ് വീണ്ടും cos raised to 5. എക്സിന്റെ സ്ഥാനത്ത് എന്ത് വേണം കൊടുക്കാൻ? π/2 മൈനസ് എക്സ്. എങ്ങനെയാ π/2 മൈനസ് എക്സ് വന്നേ? ഒന്നുകൂടെ പറയാം, എങ്ങനെയാ π/2 മൈനസ് എക്സ് വന്നേ? അപ്പർ ലിമിറ്റ് π/2. അപ്പൊ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? π/2 മൈനസ് എക്സ് എന്തും കൂടെ ഉണ്ട് dx. വീണ്ടും i ഈക്വൽ ഇന്റഗ്രൽ 0 to π/2. ഇവിടെ വെച്ച് നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞ കാര്യം എന്താ? sin π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x ആണ്, cos π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ആണ് അല്ലേ? ഇത് +1 ൽ പഠിക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, cos π/2 കോസും π/2 വന്നു കഴിഞ്ഞാൽ cos എന്തായിട്ട് മാറും? sin ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് വരും? sin raised to 5 ഉള്ളതുകൊണ്ട് sin raised to 5x മാറും. താഴെ നോക്കിയേ, സൈനും π/2 അല്ലേ വന്നേക്കുന്നത്? സൈനും π/2 വരുമ്പോൾ സൈൻ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. അപ്പൊ sin raised to 5 π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? cos raised to 5x. ഇവിടെ കോസും π/2 വന്നു കഴിഞ്ഞാൽ കോസ് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? cos raised to 5 π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? sin raised to 5x dx. ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1. എന്ത് ചെയ്യണം? മുമ്പത്തെ പോലെ തന്നെ ഇക്വേഷൻ 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യണം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തു, അതേപോലെ തന്നെ ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ i പ്ലസ് i എന്ത് വരും? 2y. i പ്ലസ് i എന്ത് വരും? 2y. ഇനി ഇന്റഗ്രൽ നോക്കി, ഇന്റഗ്രൽ എന്താ? 0 to π/2 ആണ്. അടുത്ത എന്താ നോക്കണ്ടേ? ന്യൂമറേറ്റർ നോക്കണം. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? cos raised to 5x. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? sin raised to 5x. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? cos raised to 5x പ്ലസ് sin raised to 5x. ആദ്യമേ ഇതിന്റെ ന്യൂമറേറ്റർ എഴുതി, പ്ലസ് ഇട്ടു, ഇതിന്റെ ന്യൂമറേറ്റർ എഴുതി. അത്രേ ഉള്ളൂ. ഇനി ഡിനോമിനേറ്റർ നോക്കിയാൽ ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. നോക്കിയേ, sin raised to 5x പ്ലസ് cos raised to 5x ആണ് ഇവിടെ. ഇവിടെയും എന്ത് തന്നെയാ? sin raised to 5x പ്ലസ് cos raised to 5x ആ. തിരിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ, സെയിം ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? sin raised to 5x പ്ലസ് cos raised to 5x dx. നോക്കിയേ, മുകളിലും അത് തന്നെയാണ്, താഴെയും അത് തന്നെയാണ്. വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1 dx. 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1 dx. അപ്പൊ എന്ത് വരും? 2i ഈക്വൽ ടു 1 ന്റെ ഇന്റഗ്രൽ എന്താ? x ഇന്റഗ്രൽ 0 to π/2. 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? x ഇന്റഗ്രൽ 0 to π/2. ഇനി എന്ത് ചെയ്യണം? 2i ഈക്വൽ ടു ആദ്യം x ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ഇട്ടിട്ട് x ന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ π/2 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? π/2. അപ്പൊ 2i ഈക്വൽ ടു π/2 എന്ന് വന്നു. 2i ഈക്വൽ ടു π/2 ആണെങ്കിൽ ഐയുടെ വാല്യൂ എന്താ? i ഈക്വൽ ടു π/2/2 എന്ന് വരും π/4. i ഈക്വൽ ടു π/4 എന്ന് വരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും എക്സാമിന് ഉറപ്പായിട്ടും കാണും. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 0 to a f of x dx എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to a f of a minus x dx. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് ആണ്.